ഞാൻ വേണു പറമ്പത്ത് ഉജ്ജയിനി യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. ഞാനിന്ന് സംസാരിക്കുന്ന ഈ തുളസിയുടെ അടുത്താണ്. നമ്മുടെ കേരളത്തിൻ്റെ ജൈവവൈവിധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണല്ലോ തുളസി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇതാണ്. അതോടൊപ്പം തന്നെ ഈ തുളസി നമ്മുടെ ശിവസങ്കല്പമായിട്ട് കുറച്ച് കണക്ഷനുകളാണല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഇതിനോട് അനുബന്ധമായിട്ട് ഇത് ശിവരാത്രി ആഘോഷം, എൻ്റെ ഉജ്ജയിനിൽ ചേർന്ന ശിവരാത്രി ആഘോഷത്തെപ്പറ്റി പറയുന്നുണ്ട്. ശിവരാത്രി ആഘോഷം എങ്ങനെ ഒന്നും വെച്ചാൽ, ഞാൻ എൻ്റെ അവിടെ ഉജ്ജയിനിൽ വെച്ചിട്ട് ഒരു കൂട്ട നൃത്തം, അതായത് കർഷകരും യുവാക്കളും കോളേജ് സ്റ്റുഡൻസും ഒന്നിച്ചൊരു കൂട്ട നൃത്തം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുമായിട്ട് നമ്മുടെ നാട്ടിലെ ഈ ഓഷോ മെഡിറ്റേഷൻ ഗ്രൂപ്പിൻ്റെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സമീപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ ഈ ഡാൻസ് നടത്തുമ്പോൾ കൂട്ട നൃത്തത്തിന് ഒരു അതിന് സ്റ്റെപ്പിന് ചടൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു സഹായം വരാൻ കിട്ടണം എന്നുള്ള ഉദ്ദേശം പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ വരുന്ന ശിവരാത്രി പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ ഉജ്ജയിനിൽ വെച്ചിട്ട് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഉജ്ജയിനിൽ വെച്ച് ആഘോഷം നടത്തി. അത് അവസാനം എൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ആ പരിപാടി എന്താ വെച്ചാൽ, നമ്മളെ ഈ യുവാക്കളെയും കർഷകരെയും ഒന്നിപ്പിക്കുക. അവരുടെ പരിപാടിയിൽ കിഴങ്ങ് വർഗ്ഗ ചെടി നടുക. അന്ന് കിഴങ്ങ് വർഗ്ഗ ചെടി നട്ടതിന് ശേഷം ഒരു കോട്ട നൃത്തം നടത്തുക. അതാണ് നമ്മളെ പരിപാടി. പക്ഷെ അതിപ്പം നീട്ടി, അത് മിക്കവാറും ഏപ്രിൽ മാസം ആദ്യമായിട്ട് ഉണ്ടാകുമല്ലോ. അപ്പം അത് അങ്ങനെ നടത്തണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ വേറെയും പലരെയും നമ്മൾക്ക് സഹകരിപ്പിക്കണം ആഗ്രഹമുണ്ട്. നമ്മളെ ഇതുണ്ടല്ലോ, നമ്മളെ മറ്റേ പ്രസാദ് കൈതക്കൽ, അദ്ദേഹം നമ്മളായിട്ട് വളരെ കണക്ഷൻ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഹോം ഷോപ്പ് പരിപാടിക്കാരില്ലേ, കുറച്ച് സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മറ്റേ രാജശ്രീ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ വർക്ക് ചെയ്യുന്ന സ്ത്രീയുടെ അനുയായികളുണ്ട്, അവരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അല്ല, മോഹൻ മണലിൽ പറഞ്ഞ വളരെയുള്ള അവരും ഗ്രീൻ മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്, അവരും പങ്കെടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരിപാടി മിക്കവാറും ഏപ്രിൽ മാസം ആദ്യം നടത്തും. അപ്പോൾ കൂടെ തന്നെ നമ്മുടെ ഷൈജ എന്ന് പറഞ്ഞ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ പെരുവട്ടൂരിലെ മുൻ കൺസൾട്ടൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ വെച്ചാൽ, അപ്പോൾ അതും നമ്മളെ ഈ ശിവസങ്കല്പം എന്ന് പറയുന്നത്, ശിവരാത്രി ആഘോഷം എന്ന് പറയുന്നത് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ യോഗ ഓഷോ മെഡിറ്റേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശിവസങ്കല്പം യോഗയായിട്ട് പറഞ്ഞ് തുളസിയായിട്ട് എന്ന പോലെ യോഗയായിട്ട് ശിവസങ്കല്പമായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഓഷോ മെഡിറ്റേഷൻ ഗ്രൂപ്പുകാർ നടത്തിയ പരിപാടി അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ശിവസങ്കല്പം അല്ല യോഗ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് താല്പര്യം വരാൻ കാരണം വെച്ചാൽ, ഡോക്ടർ രാമനോഹർ ലോഹിയുടെ യോഗ എപ്പിസോഡിന് യോഗ നൽകുന്ന പാഠം എന്നൊരു പ്രബന്ധം വന്നിരുന്നു. അത് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പറഞ്ഞു വരുമ്പോൾ എന്താ വെച്ചാൽ, ആദ്യം തുടങ്ങുന്ന ഈ പറഞ്ഞ മാതിരി തന്നെ പതഞ്ജലി മഹർഷിയാണല്ലോ യോഗയുടെ മെയിൻ ആൾ. അദ്ദേഹം പറഞ്ഞ വെച്ചാൽ, യോഗ ചിത്തവൃത്തി നിരോധിതയെ, അതായത് മനസ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം ഇല്ലാതാക്കുന്ന സംഭവമാണ് യോഗ. ആ നിലയ്ക്ക് ആണ് അദ്ദേഹം അത് ലോഹിത് കോട്ടി തുടങ്ങിയിട്ട് അവസാനം അദ്ദേഹത്തിന് തിയറി ഓഫ് ഇമ്മീഡിയസി, ഓരോ പ്രവർത്തനവും ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള പടവുകളായിരിക്കണം എന്ന ആശുപത്രികളിൽ എത്തിച്ചേരുന്ന സംഭവമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം എൻ്റെ പല പ്രവർത്തനവും ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള പടവുകളായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ആശയം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശിവസങ്കല്പത്തിൽ യോഗ ആശയത്തിനാണ് ലോഹി രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി ഈ കുട്ടികളെയും ഈ കർഷകരൊക്കെ ഒന്നിച്ചുള്ള ഈ പരിപാടി വിജയിപ്പിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിനി എൻ്റെ ഓഷോ മെഡിറ്റേഷൻകാരെ മറ്റേ ഗ്രൂപ്പിലെ ആ പരിപാടിയുടെ വീഡിയോ തോടൊപ്പം വെക്കുന്നു. സങ്കല്പിക്കുക, നൃത്തം ചെയ്യുക, സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണമായി പരിപൂർണമായി നൃത്തമായി മാറുക. നിങ്ങളോട് മഹാദേവൻ പാർവതിമാരായി നൃത്തം ചെയ്യുക, സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണമായി പരിപൂർണമായി നൃത്തമായി മാറുക. വളരെ സ്നേഹത്തോടുകൂടി മഹാദേവൻ അതിന്റെ ആശിച്ചുകൊണ്ട് നിങ്ങളെ ആവാഹിച്ചിട്ടുണ്ട്.
നിങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്ന മഹാദേവന്റെ അനുഗ്രഹാശിസുകളെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നു. മ്യൂസിക്കിന്റെ താളത്തിലൂടെ വ്യക്തമായി മാറണം. മഹാദേവന്റെ അനുഗ്രഹാശിസുകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്ന മഹാദേവന്റെ അനുഗ്രഹാശിസുകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്ന പാർവതി മാതാവിന്റെ അനുഗ്രഹാശിസുകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്ന എണ്ണ ഉണ്ടോ? അങ്ങനെ എണ്ണ ഇല്ല.